പ്രശോഭേ, നീ ആ ക്വാളിറ്റി ടെസ്റ്റിംഗ് സെക്ഷനിലേക്ക് ഒരു 15 പേരെ പുതിയതായിട്ട് എടുക്ക്. അയ്യോമ്മ 15 പേര് വേണോ? ഇപ്പൊ തന്നെ അവരെ ഏകദേശം 20ഓളം പേരുണ്ട്. ഒരു 10 പേര് പോരെ? അതിൽ 13 പേരെ നമ്മൾ പാക്കിംഗ് സെക്ഷനിലോട്ട് ഇടുക. മനസ്സിലായോ? പിന്നെ 2 പേരെ ഉള്ളത് ബാക്കിയുള്ളത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. അല്ലമ്മ, അമ്മ ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണത്? എടാ, കാലം എത്രയായി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. കൊള്ളാം. ഞാനൊക്കെ 2 തവണ ക്രോസ് ചെക്ക് ചെയ്താലേ എനിക്കൊരു കൺഫർമേഷൻ എങ്കിലും കൊടുക്കാൻ പറ്റും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഈ ബിസിനസ്സിനകത്ത് റിലേഷൻ നോക്കും. പൊന്നും മോനെ, അതൊക്കെ നോക്കിയാലുണ്ടല്ലോ നമുക്ക് നേരെ ഒരു കാര്യവും നടത്താൻ പറ്റത്തില്ല. ബിസിനസ് ഇസ് ഓൾവേസ് ബിസിനസ്. അത് റിലേഷനായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ ഇനി എന്തായാലും ബാക്കി ഡിസ്കഷൻ ചായ കുടിച്ചിട്ടാവാം. ഓ, വന്നല്ല. അയ്യോ, അത് ശരി. അപ്പൊ ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും ഇല്ല. അയ്യോ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എടുക്കട്ടാ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങോട്ട് എടുക്കണ്ട. അല്ല, എന്തുവാ ഇത് കഴിക്കാനുണ്ടാക്കിയേ? ഇന്ന് ഇഡ്ഡലി സാമ്പാറാണോ? ഉണ്ടാക്കിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ചോദിച്ചത്. അല്ല, രാവിലെ വല്ലതും ഉണ്ടാക്കിയോ അതോ ഈ ചായ കൊണ്ട് കിടന്ന് കറങ്ങുന്നേ ഉള്ളോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കൊച്ചമ്മ അങ്ങനെയല്ല, ആര് കഴിച്ചാലും ഇല്ലെങ്കിലും കറക്റ്റ് 8 മണിയാകുമ്പോ ഡൈനിങ് ടേബിളിൽ ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കി വയ്ക്കും. ജോലിയല്ല പിന്നെ കഴിച്ചാലും ഇല്ലെങ്കിലും ശരി. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ആരും കഴിച്ചില്ല. അപ്പൊ നീ അതെന്ത് ചെയ്യും? പുറത്ത് കളയും. അത്രേ അല്ല, അങ്ങനെ കളഞ്ഞാൽ തന്നെയും അത് എന്റെ ജോലി കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലോ, അതാണ് എന്റെ കാര്യം. അത് ശരി. ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് കുറെ നിന്റെ അകത്തോട്ട് കളയും, ബാക്കിയെല്ലാം പുറത്തോട്ട് കളയും. കൊള്ളാം മോനെ. അടുത്ത മാസം ശമ്പളത്തിൽ 500 രൂപ കട്ടി. അത് കുറയ്ക്കാമ. കഴിച്ചല്ലേ എന്റെ പൊന്നു കൊച്ചമ്മ. ഞാനേ ഇത് കണ്ടിട്ടാണ്, അടുത്ത മാസത്തെ ശമ്പളം കണ്ടിട്ടാണ് ഞാൻ പുതിയ ചിട്ടി ചേർന്നത്. പുതിയ ചിട്ടിയാ? അപ്പൊ നമ്മുടെ പൈസക്കൊന്നും വിലയില്ല, അണ്ണന്റെ പൈസക്ക് വിലയുണ്ട്. ഞാൻ ഇനിയിപ്പോ ഒരു സത്യം പറയാം. ഞാൻ പറഞ്ഞ മൊത്തം കള്ളമാണ്. മൊത്തം കള്ളം? അത് ശരി. അയ്യോ, നീ അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കള്ളം അല്ലാതെ അല്ല, ഇനി പറയാൻ പോകുന്ന സത്യമാണ്. അതായത് ഞാന് ഒരു ആഹാര സാധനം കളയില്ല. അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി തരും. എടാ മഹാഭാവി, പഴയ സാധനം എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കിയാണ് ഈ വയസ്സായ എനിക്ക് നീ തരുന്നതല്ലേ? ഇത്രയും മരുന്ന് കഴിക്കുന്നത് എനിക്ക്. അയ്യോ, എന്റെ 1000 രൂപ കട്ട് ചെയ്യും ശമ്പളത്തിൽ നിന്ന്. ഈ മാസത്തെ അല്ല, കഴിഞ്ഞ മാസത്തെ കട്ട് ചെയ്യണം. അതാണ്. ഒന്നും കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല. എന്ത് പറഞ്ഞാലും ശമ്പളം അതിൽ നിന്ന് കിടന്ന് കട്ട് ചെയ്യുന്ന. നീ പറഞ്ഞതാ പഴയതെടുത്ത് ചൂടാക്കി തരുമെന്നും അതൊന്നും ഇതൊന്നും ഒക്കെ. ചുമ്മാ പറഞ്ഞേ കൊച്ചമ്മ. ഞാൻ ചന്തയെ പോയിട്ട് വരാം. പോട്ടെ, ചന്ത പോട്ടെ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ചന്തയിൽ പോകാനുള്ള സഞ്ചി എടുത്തില്ല, അടുക്കള തന്നെ എടുക്കണം. ശരിയേ? ഓരോന്ന് പറയുമ്പോ ഉടനെ കയറി അങ്ങ് തിരിച്ചു. അതെ, ഇനി കൊണ്ടുപോവാ പഴഞ്ചത് ചൂടാക്കി കേട്ടോ, ഞങ്ങള് തിന്നാം. ഇവന്റെ കാര്യം കൊണ്ട്. നീ ഇന്നലെ വന്നായിരുന്നോ? ഇന്നലെ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. അത് ശരി. എന്താണ് രണ്ടുപേരും കൂടെ അക്കൗണ്ട്സ് നോക്കുകയാണോ കമ്പനിയുടെ? പിന്നെ അവനെ ഇതൊന്നും ബാധിക്കണ പ്രശ്നമല്ല. ചേട്ടാ, വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ, അങ്ങനെ പോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ മാറി നിൽക്കാൻ വളരെ എളുപ്പമാ പോലും. പോലെ അമ്മ തുടങ്ങി. അങ്ങനുണ്ട് അമ്മ തുടങ്ങിയത്. ഞാനൊന്നും പറയുന്നില്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തു. അമ്മ, ഒരു ദിവസം ഞാൻ അമ്മയെ നല്ല രീതിക്ക് പ്രൗഡാക്കും. പേടിപ്പിക്കാതെ. തൽക്കാലം ഞാൻ പെട്ടെന്ന് ചായ കുടിക്കട്ടെ. നോക്ക്, എല്ലാം നോക്കാം. അവൾക്കെന്ന അഴകിയ മുഖം, അവൾക്കെന്ന അഴകിയ മുഖം, അവനുക്കെന്ന ഇളകിയ മനം, നിലവുക്കെന്ന இரவினில் வரும் இரவுக்கென்ன, உறவுகள் தரும் உறவுக்கென்ன, ഉയരുള്ളവരെ കൊടന്നു വരും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തോന്ന് സ്വപ്നം കാണുന്നതാ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ വിശ്വാസായടാ? ഇപ്പൊ വിശ്വാസായി. നീ എന്തിവിടെ ബന്ധുവിനെ കാണാൻ വന്നതാ? ചുമ്മാ ഇരി മുത്തോണ്ണ, ഞാൻ മുത്തോണ്ണനെ കാണാൻ വന്നതാ. എന്നെ കാണാനാ? എന്റെ പൊന്നെ, എനിക്ക് നിന്നെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്.
പക്ഷെ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങാനാണ്? നിനക്കറിയാലോ, എല്ലായിടത്തും എന്റെ കണ്ണ് തന്നെ എത്തണം. എന്റെ മുത്തോണ്ണൻ എന്നെ കാണാൻ വന്നില്ലെങ്കിലും ഏത് പരലോകത്താണെങ്കിലും ഈ രമണി മുത്തോണ്ണനെ കാണാൻ വരും. അറിയാം ചക്കരെ. അതുകൊണ്ട് നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോണു? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ആ ഭേദം. എന്ത്? എന്റെ കെട്ടിയവനുണ്ടല്ലോ, അവിടെ ചന്തയിലെ മുതലാളി കയറി അങ്ങ് അടിച്ചു. അതിനുശേഷം എനിക്ക് കച്ചവടവും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ദ്രോഹി ഇതേവരെ ജയിലിലോട്ട് തിരിച്ചു പോയില്ലേ? ഇല്ല, അടുത്ത ആഴ്ച പോകുന്ന പറഞ്ഞേക്കുന്നത്. ഈശ്വര, പോയാ മതിയായിരുന്നു. ആ അതന്നെ. ആ മുത്തോണ്ണ, ഞാനിപ്പോ വന്നതേ മുത്തോണ്ണന്റെ ഒരു കാര്യം പറയാനാ. പറയടി, നിനക്ക് എന്റെ അടുത്ത് എന്ത് കാര്യം വേണമെങ്കിലും പറയാം. ആ ഒരു വിശ്വാസത്തിലാ വന്നത്. മുത്തോണ്ണ, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ നിന്ന് ഈ ജോലി ശരിയാക്കി തരാൻ. എന്റെ അവസ്ഥ തന്നെ നിനക്കറിയാല്ല. മുത്തോണ്ണ, എന്റെ പൊന്നെ, ഈ ഒരു പിടുത്തമാണ്. ഞാൻ നോക്കാം കേട്ടാ, ഞാൻ നോക്കാം. നോക്കണേ. പിന്നെ നീ എങ്ങനെ എന്നെ തിരിച്ചു പോണത്? ഞാൻ ബസ്സിൽ പോവും. ബസ്സൂലിയൊക്കെ കയ്യിലുണ്ടാ? ഉണ്ട്. എന്താ? ഇത് കയ്യിലുണ്ട്. ഇല്ല, വച്ചേരാ. താങ്ക്സ്. ഇതും കൂടെ വച്ചോ. താങ്ക്സ് അണ്ണാ. ഓ, ശരി. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടേ? മറക്കൂല. ഉടനെ ശരിയാക്കോ? ഉടനെ ശരിയാ. വിളിക്കോ? ഉടനെ വിളിക്കാം. പോട്ടെ. ഓ, പോട്ടോ. ശരി, രമണി പോവാണേ. ഓ, ബൈ. രമണി. ഓ, அவளுக்கென்ன அழகிய முகம், அவனுக்கென்ன இளகிய மனம், நிலவுக்கென்ன இரவினில் வரும் இரவுக்கென்ன உறவுகள் தரும் உறவுக்கென்ன ഇനി പൊക്കോ. உயிருள்ளவரை தொடர்ந்து வரும். അന്നെന്തിവിടെ? സിനിമ എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ എത്ര നേരം മുറി വെയിറ്റ് ചെയ്തു. അതിന് നമ്മൾ രാവിലെ കണ്ടില്ലേ? രാവിലെ കണ്ടതാണ്, പക്ഷേ ആ കാണല്ലേ ഈ കാണും. പിന്നെ ഇതെന്തുവാ? ഇച്ചിരി കൂടെ കൂടിയ കണ്ട. അയ്യോ, ആരെങ്കിലും കാണുണ്ടാ? ആരെങ്കിലും കണ്ട എന്താ കുഴപ്പം? എന്ത് പറ്റി? ഇതാണ് തന്റെ കുഴപ്പം. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴേക്കും നീ ചുമ്മാ അലമ്പാക്കളെ. പോണീച്ച്. അല്ല, ഇന്ന് എന്തെത്ര സ്നേഹം? ഇന്നെന്താ സ്നേഹം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുരഭി എടുത്ത് എല്ലാ ദിവസവും സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതങ്ങനെ. പിന്നെ എന്തോന്ന് ഇവിടെ അടുക്കള കൃത്യം? അയ്യോ, എനിക്ക് കുറെ ജോലിയുണ്ട്. അണ്ണാ പോയാണ്. കിഴങ്ങ് കറി വെക്കണം, തേങ്ങ തിരുവണം, ഒരുപാടുണ്ട്. അണ്ണാ പോ. കിഴങ്ങ് കട്ടിയിലാണോ? വേണ്ട, ഞാൻ ചെയ്തോളാം. എനിക്കറിയാം ഞാൻ ചെയ്യൂന്ന്. ഞാൻ കട്ട് ചെയ്ത. വേണ്ട അണ്ണാ, ഞാൻ കട്ട് ചെയ്ത. വേണ്ട. നിനക്ക് എവിടെയും പോണ്ടേ? ഇന്ന് പോണ്ട ഏട്ടത്തി. നീ എന്താ ഇവിടെ? സുരഭിക്ക് കിഴങ്ങ് എരിഞ്ഞു കൊടുക്കാൻ വേണ്ടി സഹായിക്കും. നിനക്ക് കിഴങ്ങ് ചെയ്യാനൊക്കെ അറിയോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്ന ഏട്ടൻ. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ. എടുത്ത് വെള്ളം കുടിച്ചോ? അതെ, കുടിക്കുക. കുടിക്ക. അപ്പഴേ നിങ്ങളുടെ അരിയിൽ നടക്കട്ടെ. ശരി. ഞാൻ പറഞ്ഞ ആരെങ്കിലും വരുമെന്ന്. ആരെങ്കിലും വന്നാൽ തന്നെ എന്താ കുഴപ്പം? നമ്മൾ ഭാര്യ ഭർത്താവല്ലേ, നല്ലത് വേറെ ആരും അല്ലല്ലോ. എന്താ ചിരിക്കുന്നു? പറ, ചിരിക്കുന്നുണ്ട്? ഒന്നുമില്ല. അങ്ങനെ നോക്ക്. വായിക്കായിരിക്കും. അല്ല, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എന്താ നീ വന്ന് ചിരിക്കുന്നതിന്റെ കാര്യം പറ. ചന്തയിൽ പോയിട്ട് വരായിരുന്നു. ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു കൊച്ചമ്മ. നമ്മള് പുറം പണിക്ക് ഈ ഭാഗത്തെ പണിയും കൂടെ ചെയ്തോണ്ടിരിക്കും. പുറം പണിക്ക് പെട്ടെന്നൊക്കെ ഓടി വന്ന് എനിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ പുറം പണിക്ക് വേറെ ആരെങ്കിലും വേണോ കൊച്ചമ്മ? അതിനും മാത്രം പുറംപണി എന്തോ ആണാവോ ഇവിടെ ഇരിക്കുന്നത്. നിനക്ക് ചെയ്യാനുള്ള പണി പോലും ഇല്ലല്ലോ. ഞാനത് ചിന്തിച്ചു. അപ്പൊ അകത്തെ പണിക്ക് ആരെങ്കിലും വേണോ? അകത്തെ പണി നന്നായിട്ട് ചെയ്യുന്നവര് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം. എന്റെ കയ്യിൽ ആളുണ്ട്. പാവപ്പെട്ട വൃത്തിയും വെടുപ്പുള്ളൊരു ശാലീനിയായ ഒരു പെൺകുട്ടിയുണ്ട്. വിളിക്കല്ലേ? ഞാൻ എത്ര ശമ്പളം കൊടുക്കും കൊച്ചമ്മ?
നിനക്ക് തരുന്ന അതേ ശമ്പളം അതിനും കൊടുക്കാം. അത് മതിയാവും, അതിന്റെ ആവശ്യം വരുള്ളൂ. മതിയല്ലോ. പിന്നെ അകത്ത പണി എന്ന് പറയുമ്പോ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അകത്തെ പണി എന്ന് പറയുമ്പോ ഇപ്പൊ നീ എന്തൊക്കെ പണി ചെയ്യുന്നോ അതെല്ലാം അവളും ചെയ്യണം. അല്ല, ഞാൻ ആലോചിക്കാണ്, അകത്ത പണി അവളും കൂടെ ചെയ്യണമെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ജോലി ഉണ്ട് അകത്ത്? അത് തരാം. ഒരു കാര്യം ചെയ്താൽ മതി, നീ അങ്ങ് രാജിവെച്ചു. അവള് നിൽക്കട്ടെ. പാവം ശാലീനയായ പാവപ്പെട്ട കൊച്ചി. എനിക്ക് കേട്ടപ്പോ ഒരു വിഷമം, സത്യം പറഞ്ഞ. എനിക്ക് തോന്നി ഇത് കറങ്ങി തിരിഞ്ഞ ആ ബാൾ എന്റെ നെഞ്ചത്ത് തന്നെ വരും. വരുമെന്ന് തോന്നിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. കണ്ടവർക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ ജോലി ഒന്ന് കളയുന്നത്. എന്തിനു ചെയ്യുന്നത്? അതാണ് ഞാനും പറഞ്ഞത്. ആ കുട്ടി അവിടെ തന്നെ നിൽക്കട്ടെ. എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ തുടർന്ന് നിൽക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം. പിന്നെ അതിൽ ഏറ്റവും നല്ലത്. അല്ല, ഇപ്പൊ അവളില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക. പിന്നെ എന്റെ എല്ലാ ആവശ്യം. അല്ല, അവളെ നിനക്ക് നിർത്തണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലത്തെ കാര്യം. ഇല്ല, എന്റെ ജോലി കളഞ്ഞിട്ട് ഒരു ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഒഴിയുന്നുമില്ല. പറഞ്ഞിട്ടാലും പോകും. അവക്ക് ചെയ്യാനേ ജോലിയില്ല അവന്. അപ്പോഴാണ് ശുപാർശ കൊണ്ടുവരുന്നത്. കൊള്ളാം. പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. കേട്ടിട്ട് എന്ത് പറയാനും? 16,008 പ്രാവശ്യം പറഞ്ഞാലും നിന്റെ തലയിലൊന്നും കേറത്തില്ല മുത്തു. വീണ്ടും ആ ബോൾ എന്റെ നെഞ്ചത്തെ. ചെല്ലെ ഓടി ചെല്ല്, ചന്തയിൽ ആരെങ്കിലും ഒക്കെ കാണും വർത്താനം പറയാൻ. ശുപാർശ കൊണ്ട് വന്നിരിക്കുന്നത് പുറംപണി അകംപണി. എന്ത് ഒരു ചിരി? എനിക്ക് ഏട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. അതെന്തിന്? അല്ല, ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഉണ്ടായിട്ടും അവളെ പ്രേമിക്കാതെ ഈ ലാപ്ടോപ്പിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനെ കണ്ട പിന്നെ എനിക്ക് സഹതാപമല്ലേ തോന്നേണ്ടത്? ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞത് മനസ്സിലായി. ഈ സുന്ദരിയായ ഭാര്യ എന്ന് പറഞ്ഞ് ആരാ ഉദ്ദേശിച്ച? അവളുടെ പേര് ലക്ഷ്മി മേനോൻ എന്നാ. മനസ്സിലായോ? ഓ, ആ കുട്ടി. ആ കുട്ടി അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. അതെയോ? ബിലോ ആവറേജ് ആയ നിങ്ങൾക്ക് എന്നെ പോലൊരു ആവറേജ് പെണ്ണിനെ കിട്ടിയത് തന്നെ ധാരാളം. ഇനിയിപ്പോ സുന്ദരിയെ കിട്ടിയിട്ട് എന്തിനാ? ലാപ്ടോപ്പിനെ പ്രേമിച്ചോണ്ടിരിക്കാനല്ലേ ഏട്ടന് ഇഷ്ടം? അതെ, എന്താ നിന്റെ ഇന്നത്തെ പ്രശ്നം? ഏട്ടന്റെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാ പ്രശ്നം. 2024 കഴിഞ്ഞ് 2025 എന്നിട്ടും ഏട്ടന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ അനിയനെ കണ്ടുപിടിക്ക. അവര് ഏത് സമയത്ത് എന്തൊരു റൊമാൻസാ, കൊതിയാവും കാണുമ്പോ. അയ്യേ, എന്തോന്ന് ലക്ഷ്മി, നീ എന്തിനിങ്ങനെ അവന്റെ റൊമാൻസ് ഒക്കെ പോയി ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം? ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോയതൊന്നല്ല, പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോ ഞാനൊന്നും അറിയാതെ കണ്ടതാ. പിണക്കമാണോ ഇന്നോടിണക്കമാണോ, അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. വേദന പോവും. നീ വന്നേ. എനിക്ക് നിൽക്കാൻ വയ്യ. എനിക്ക് വേദന എടുക്കുന്ന. ഹോസ്പിറ്റലിൽ പോവാ. ഏത് സമയത്തോന്നും എനിക്ക് തോന്നിയത്? ഒരിക്കലും തോന്നിയില്ല, തോന്നിയപ്പോ ഇങ്ങനെ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഒരു കാല് തറ കുത്തിയാ മതിയേ. പിടിച്ചോണം, ആ സൈഡ് വേണം. ഞാൻ പിടിച്ചോളാം. പതുക്കെ 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 സൂക്ഷിച്ച്. തട്ടല്ലേ? ഇല്ല, ഇതിലും വലിയ തട്ടിനി കേറുമ്പോ പതുക്കെ സൂക്ഷിച്ച് വേണേ. പതുക്കെ പതുക്കെ പിടിച്ചോണ. പിടിച്ചോ, പതുക്കെ പതുക്കെ. എന്താ വേടാ മോനെ പോയിട്ട്? അമ്മ,
ഇത് ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ചയോ? അമ്മ 2 ആഴ്ചയെങ്കിലും വേണ്ടി വരും. അല്ല അതിന്റെ പേര് വഴക്കൊന്നും ഉണ്ടാക്കണ്ട, എത്രയോ ആവട്ടെ. അതെ. അല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പ്രസവനാണോ തീരുമാനിക്കണേ? എനിക്ക് എന്റെ വേദന എനിക്കറിയാം. അല്ല പൊട്ടലുണ്ടോന്ന് ചോദിച്ചത്. ഇല്ല, പൊട്ടലൊന്നുമില്ല. പൊട്ടലൊന്നുമില്ല. പക്ഷെ റെസ്റ്റ് വേണം. ശരി, ചെന്ന് പോയി കിടക്ക്. 2 ആഴ്ചയോ 4 ആഴ്ചയോ കിടക്ക്. പോകും പൊട്ടലില്ല. കിടത്തറാളെ. ബാഴ്സി പതുക്കെ കാല് വെക്കി. ചുരുക്കം പറഞ്ഞ എന്റെ അവസ്ഥയായി വരുമോക്കും. അല്ല കൊച്ചമ്മ, പൊട്ടലുണ്ടാവേണ്ടതാണ് കേട്ടോ. ചതവേ ഉള്ളൂ. നീ നാക്ക് വളച്ചൊന്നും പറയാതെ, അല്ലെങ്കിൽ അവന് മനസ്സമാധാനം ഇല്ല. ഇനി പൊട്ടലുണ്ടാവേണ്ടതാണ്, എന്തുകൊണ്ടുണ്ടായില്ല. ഗവേഷണം ഒന്നും നീ നടത്തണ്ട. ഇത് ചെയ്യൂന്നാണ് ഇനിയിപ്പോ. മുത്തു, ഓ, നീ ഇന്ന് രാവിലെ ജോലിക്ക് നിർത്താൻ പറ്റിയ ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു പെങ്കൊച്ചിന്റെ കാര്യം രാവിലെ പറഞ്ഞില്ലേ? പറഞ്ഞു കൊച്ചമ്മ. അതാണ് ഞാൻ പറയുന്നത്. അതിനെ നീ പോയി ചെന്ന് വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് വരാം. കാരണം എനിക്കിവിടെ ആവശ്യമുണ്ട്. ലക്ഷ്മിയെ നോക്കാൻ ഒരാൾ വേണം. ആള് വേണം, ഞാൻ അങ്ങോട്ട് പറയാതിരിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. ഓടാതെ നടന്നു പോയാ മതി. അല്ല, എന്താ നിന്റെ പേര്? വിലാസിനി. എന്താ പേര് കേട്ടില്ല? വിലാസ്. വിലാസിനി. വിലാസിനി, എന്തോ ഇവിടെ നിന്റെ ജോലി എന്താന്നറിയോ? എന്റെ മൂത്ത മരുമോക്കെ ഒരു ചെറിയ ഉളുക്കുമൊക്കെ പറ്റി വയ്യാതെ കിടക്കുക. അവളെ നോക്കുക എന്നുള്ളതാണ് നിന്റെ പ്രധാന ജോലി. മറ്റൊരു ജോലി നീ ചെയ്യണ്ട, അത് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ. അതൊക്കെ എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. ചുമ്മാ കിടന്ന് ഈ ഇവിടുത്തെ അട്ടഹാസവും ബഹളവും ഒന്നും കണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക, അവിടെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആണോ? ഇവൻ ഇച്ചിരി കൂട്ടി കൂടെ പറയും. അത് മൊത്തമാകെ നീ വിശ്വസിക്കണ്ട. അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ അങ്ങ് പറഞ്ഞു. അടങ്ങി ഒതുങ്ങി നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാ നിനക്ക് സുഖമായിട്ട് നിൽക്കാവുന്ന ഒരു വീടായത്. ശരി മാഡം. ഞാൻ അകത്തോട്ട് കൊണ്ട് പോട്ടോ? അകത്തോട്ടോ? അകത്തെ ജോലിക്കല്ല, ലക്ഷ്മിയെ നോക്കാൻ. വിലാസിനി. അല്ല, നീ ഒരു കാര്യം ഞാൻ ചോദിക്കാം, എനിക്കൊരു സംശയം. വെറും വിലാസിനാണോ രമാ വിലാസിനി എന്നാണോ? വിലാസിനി. അല്ല, നീ കൂടെ രമാ വിലാസിനി രമാ വിലാസിനി രമാ വിലാസിനി എന്ന് പറയുന്നുണ്ടോ ചോദിച്ചത്? അല്ല, അമ്മ വിലാസിനി. അമ്മ വിലാസിനി എന്നാ പറഞ്ഞ. കൊച്ചമ്മ. അയ്യോ, അത് നല്ല കൊച്ചു വേണല്ലേ. നീ അമ്മയൊന്നും കയറി വിളിക്കാതെ. അല്ല, കൊച്ചമ്മയുടെ അമ്മയും ഇത് വിലാസിനി. അത് ശരി. ചെല്ല് ചെല്ല്. എല്ലാം മുത്തു അവിടെ മുറി കാണിച്ചു കൊടുക്കണം. എല്ലാം ഇത് കാണിച്ച് പറഞ്ഞു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ അവള് ചെയ്തോളും. കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. മിടിക്കാനല്ല പറഞ്ഞ. ചെല്ല്. ശരി. അയ്യോ, ഇനി എന്താവോ എന്തോ. അമ്മ, അല്ല ഞാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മ. പിന്നെ എന്തിനമ്മ പുറത്തുനിന്ന് കാളെ വെച്ച് നോക്കുന്നത്? ഞാൻ പൊന്നു കുഞ്ഞെ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി ആരെങ്കിലും വാങ്ങിക്കുവോ? ഇനി നീ നോക്കിയിട്ട് വേണം അതിന്റെ പേര് വഴക്കുണ്ടാവാനും നിങ്ങളുടെ കൂടെ കീരിയും പാമ്പും പോലെ കിടന്ന് അടികൂടാനും. എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്നാലും ലക്ഷ്മി ചേച്ചിയുടെ കാര്യം എനിക്ക് നോക്കാവുന്നല്ലേ ഉള്ളൂ. നിനക്ക് നോക്കാമായിരിക്കും. നീ ഇവിടെ കിടന്നുണ്ട് അത് നോക്കിക്കൊണ്ടിരുന്ന പിന്നെ കമ്പനിയുടെ കാര്യം ആര് നോക്കൂ? എന്നാലും അതെ, അതിനൊക്കെ ഓരോരുത്തരെ വെച്ച് അത് അതിൻ്റെതായ രീതിക്ക് അങ്ങ് പോട്ടെ. നീ അതിൻ്റെ ഇടയിൽ കയറി കിടന്ന് വരവിട്ട് ചുമ്മാ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാതെ പൊന്നുമക്കളെ നീ നിന്റെ ജോലി നോക്കുമ്പോ. പിന്നെ ഞാൻ അമ്മയുടെ കാര്യം നോക്കിയാൽ മതിയല്ലേ അമ്മ? അത് മതി, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നീ ലക്ഷ്മി ചേച്ചിയെ നോക്കാൻ പോകുന്നു. ഇനി അതിന് വരുന്ന ഭൂകമ്പം എന്താണെന്ന് ദൈവത്തിനറിയാം. കുഞ്ഞെ, ഇതാണ് രമണി. അല്ല, വിലാസിനി. രമണിയോ വിലാസിനിയോ? വിലാസിനി. പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് കൊച്ചമ്മ നിർത്തിയേക്കുന്നതാ. ഏതുവരെ പഠിച്ചു? ഞാന് 5ാം ക്ലാസ്സിൽ 2 വർഷം പോയി. അതെ, 2ാം ക്ലാസ്സിൽ 5 കൊല്ലം പോയി. അല്ല, 5ാം ക്ലാസ്സിൽ 2 കൊല്ലം പോയി. ഓ മൈ ഗോഡ്. എന്ത്? എന്നെ നോക്കാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെയാണ് കിട്ടിയത്. ഒരു ഹോം നഴ്സറി ഒന്നും കിട്ടിയില്ലേ? അല്ല, കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. എല്ലാം നോക്കിക്കോളും. എന്തൊക്കെ ചെയ്യാറിയാം? ഈ കാല് വന്ന് വീണ് ഒടിഞ്ഞു കഴിഞ്ഞാലേ ബാത്റൂമിൽ കൊണ്ടുപോവാനും തിരിച്ചു കൊണ്ടുവരാനും ബെഡ്ഷീറ്റ് വിരിച്ചു തരാനും ആഹാരം കൊടുക്കാനും ഒക്കെ ഈ രമണി. വിലാസിനി. വിലാസിനിക്ക് അറിയാം. അയ്യോ സാറേ,
സാറിന്റെ ഭാര്യയായിരുന്നു ഇത്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പിന്നെ അവള് ചോദിച്ചതോ? അല്ല, വഴിയിൽ വെച്ച് എങ്ങാനും പരിചയപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. അല്ല അല്ലല്ല, നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയില്ല. പോണ്ടേ സാറേ? പോണം. പോണോ? എന്നാ പൊക്കോ. എനിക്കിത് മാത്രം പോണെന്ന്. പൊക്കോ. അല്ല, പൊക്കിക്കൊണ്ട് ഞാൻ പോവാന്ന്. അയ്യോ അയ്യോ അയ്യോ, എന്തോന്ന്? നീയാണോ രോഗിയെ നോക്കാൻ അറിയാന്ന് പറഞ്ഞേ? അല്ല, പൊക്കാൻ വന്നതാ. സോറി. ഒരുപാട് പൊക്കല്ലേ? ഇല്ല. ആ കുഞ്ഞ് പതിയെ വാ. പൊങ്ങ് പൊങ്ങ്. ലക്ഷ്മി പതുക്കെ. ഓ, ഇതൊരു വെയിറ്റ്. ഇല്ല, പതിയെ വാ. എത്ര പേരെ നോക്കിയിട്ടുണ്ട്? എത്ര കിലോ ഉണ്ട്? ഇത്രയും കിലോ ഉള്ളവരൊന്നും പൊക്കിയിട്ടില്ലേ? ഇല്ല, ആദ്യമായിട്ടാ. എന്നാ പൊക്കി ശീലിച്ചോ. ഓ, എന്റെ പൊന്നി, ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, പൊക്കോ. സാറേ, സാറിന് എന്നെ ഓർമ്മയില്ലേ? ഞാൻ മറ്റേ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്. അയ്യോ, സാറ് പേടിക്കൊന്നും വേണ്ട. ഞാൻ അന്ന് കണ്ട കാര്യം ആരോടും പറയില്ല. സാറേ, ഇതൊന്ന് പിടിക്കോ. എന്തിനാ? ഈ ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാം. അത് 2 ദിവസം ആയതേ ഉള്ളൂ വിരിച്ചിട്ട്. ആണോ? എന്നാ പിന്നെ നമുക്കൊന്ന് കുടഞ്ഞു വിരിക്കാം. സാറ് പിടിക്കും. ഈ അറ്റം പിടിക്കും, ഞാൻ ഇപ്പുറത്ത് പിടിച്ചോളാം. പിടിക്ക് സാറേ. കുടഞ്ഞു. ആ, കുടഞ്ഞു വിരിക്കും സാറേ. അയ്യോ അയ്യോ, ഞാനേ ബെഡ്ഷീറ്റ് വിരിച്ചപ്പോ അറിയാതെ വീണ് പോയതാ. അറിയാതെ വീട് പോയത്. നീ ഇപ്പൊ ഈ നിമിഷം വീട്ടിൽ ഇറങ്ങിക്കോളാം. പതുക്കെ പതുക്കെ ലക്ഷ്മി. മിണ്ടി പോരുത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആണുങ്ങളെ വീഴ്ച കഴിവുള്ളവളാണ്. അയ്യോ, അവരിപ്പോ വന്നതല്ലേ ഉള്ളൂ. അവരിപ്പൊ വന്നുകൊണ്ടല്ലേ പറയുന്നത്. അവരിപ്പൊ ഇറങ്ങണ വീട്ടിൽ നിന്ന്. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണ്ടേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇറങ്ങടി. അതെ, ഈ എടി പൊടി എന്നുള്ള സംസാരം അങ്ങ് നിർത്തിക്കോ. ഞാനേ വലിയ ബിസിനസ്സുകാരെ അറിയാം. ആ ഒരു ബിസിനസ് ഇച്ചിരി പൊളിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് ഈ ജോലിക്ക് നിൽക്കണം. അല്ലാതെ ഇതൊന്നും ചെയ്യേണ്ട കാര്യം എനിക്ക് ഇല്ല. നീ ഏത് ബിസിനസ്സുകാരിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം മിക്കവാറും ഞാൻ കാണും. മോളെ സുരഭി, ഇവിടെ ആള് ശരിയല്ലേ? ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞുവിട്. ഇവളടുത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ പറ. ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന പെണ്ണാണ്. അയ്യടാ, നിന്റെ അന്തസ്സ് ഞാൻ കണ്ടടി. ഞാൻ കണ്ടിട്ട് നിന്റെ അന്തസ്സ് എന്താണെന്ന് സംസാരിക്കരുത്. നിങ്ങൾക്കുള്ള ഞാൻ പിന്നെ തരും. ഇതെന്താ ഇവിടെ? എനിക്ക് അറിഞ്ഞൂടാ. അതൂടെ അതൂടെ ഇവിടെ ഇപ്പൊ ഇവിടുന്ന് പുറത്തുവിടണം. മര്യാദയ്ക്ക് ഇവിടെ വാ, നാക്ക് അടക്കി വെക്കാൻ പറ. ഒന്നും മിണ്ടാതിരിക്കും. കുറെ നേരമായി. ചുമ്മാ അല്ലേ ഇവിടെ കാലൊടിഞ്ഞു കിടക്കണം. ഇവിടെ സ്വഭാവത്തിന് ഇവിടെ തല ഒടിയണം. എന്തോന്ന് പ്രശ്നം ഇത്? മുത്തോണ, ഈ പെണ്ണുണ്ടല്ലോ സംശയരോഗിയാണ്. സംശയരോഗി. ആരെ സംശയരോഗി? നീ കാണിച്ചു കൂട്ടിയത് കണ്ടിട്ടല്ലേ ഞാൻ വടക്കൊണ്ടാക്കി? എന്താണ് ഞാൻ കാണിച്ചത്? കാണിച്ചു കൂട്ടിയത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറ, എന്നാ പറ. നീ കാണിച്ചു കൂട്ടിയത് കണ്ടിട്ടല്ലേ? ഇനി ഇവിടെ കിടന്ന് ഞാൻ എല്ലാം ഒച്ച വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും എടുത്ത് ഞാൻ കാലം വരെ ലക്കിക്കളെ. പറഞ്ഞത് വേണ്ട. ഓ, ശല്യം. ചേട്ടാ, എന്ത് ഇവിടെ ശരിക്കും നടക്കുന്നേ? എന്റെ പൊന്നനിയൻകുട്ടാ, ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കാം. ഇനി ഈ വീട്ടില് നീ ആരെയും കാണിച്ചുകൊണ്ട് റൊമാൻസ് കാണിക്കരുത് പ്ലീസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.